ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ വെക്കേഷന് പോയ സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി കോയമ്പത്തൂരുള്ള കസിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ 2 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു. പക്ഷേ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിരുന്നു. നമ്മൾ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് പോകുന്ന സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, മാക്സ്, അല്ല അവിടെ സ്റ്റാർബക്സ് കോഫിയുടെ ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി ഉൾപ്പെട്ട ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് പോയത്. പിന്നെ അതിന് ശേഷം അത് പെട്ടെന്നുള്ളൊരു ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്തേക്ക് പോയിരുന്നു. അതിന് ശേഷം നമ്മൾ പോയത് എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെ, ഒരു ആദിയോഗി ശിവപ്രതിമ, ആ ഒരു അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയുടെ ദിവസം കൂടിയാണ്. അപ്പോൾ അധികം ചെറിയ ചാറ്റൽ മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒരു പേടിയുണ്ടായിരുന്നു, നല്ല മഴ ഇതായി കഴിഞ്ഞാൽ, കാരണം തുറസായ സ്ഥലമാണ്, നമുക്ക് കയറി നിൽക്കാനൊന്നും സ്ഥലമില്ല, അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആദിയോഗിയുടെ ഇത് ഇപ്പോൾ പോവാത്തവർക്കായിട്ടുള്ള ഒരു വിവരണം കേട്ടോ. ആത്മീയാചാര്യൻ ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവഭഗവാന്റെ ഏറ്റവും വലിയ അർദ്ധകായ പ്രതിമയാണ് ആദിയോഗി ശിവപ്രതിമ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2017 ഫെബ്രുവരി 24 മഹാശിവരാത്രി ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഈ ശിവപ്രതിമ അനാവരണം ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പ്രതിമയുടെ ഉയരം എന്ന് പറയുന്നത് 112 അടി ഉയരമാണ്. അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യോഗികളുടെ സംസ്കാരത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മോക്ഷ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ വിമോചനം, അത് നേടാനുള്ള 112 മാർഗ്ഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയുന്നത്. അതുപോലെ ശിവൻ്റെ അത് ഞങ്ങൾക്ക് ഏറ്റവും ഭയങ്കര അത്ഭുതം തോന്നിയത്, ശിവൻ്റെ കഴുത്തിൽ സർപ്പത്തിൻ്റെ ഒരു ഇത് കണ്ടു. അത് വളരെ ഇതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രുദ്രാക്ഷത്തിൻ്റെ മാല, കുറേ മാലകൾ പിരിച്ചൊരു വലിയ മാലയൊക്കെ ഇട്ടാണ്. അപ്പോൾ അതൊക്കെ വളരെ കൗതുകമുണർത്തുന്ന ഒന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഈ ആദിയോഗി ശിവപ്രതിമ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം തമിഴ്നാട് കോയമ്പത്തൂരിലാണ്. അവിടെ തന്നെ. അപ്പോൾ ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ കോയമ്പത്തൂർ ഒരു വെള്ളിങ്കിരി ഒരു മലയടിവാരം എന്ന് പറയാം കേട്ടോ. അവിടുത്തെ ഒരു യോഗ സെൻറ്ററും കൂടിയുണ്ട്. അതിനോട് ചേർന്നിട്ടാണ് അവർ ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം അവിടെ അടുത്ത് നിന്നൊക്കെ കുറേ ഫോട്ടോസ്, ഫാമിലിയൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഈ ഒരു രുദ്രാക്ഷത്തിൻ്റെ കാര്യമായിട്ടാണ് പറയണത്. ചെറിയ രുദ്രാക്ഷത്തിൻ്റെ കുറേ മാലകൾ കൂട്ടിക്കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, മഴ പെയ്തു തുടങ്ങി. ഞങ്ങളുടെ മനസ്സിലും ആകെ ഒരു വിഷമമായി, കാരണം ഇത് കഴിഞ്ഞിട്ടൊരു ലൈറ്റ് ഷോ ഉണ്ട്, അതൊക്കെ കാണണം എന്നുള്ള ആഗ്രഹത്തിൽ. അപ്പം നമ്മൾ പോകുമ്പോൾ ചിലർ പറഞ്ഞു ആ ഷോ എന്തായാലും മിസ് ചെയ്യില്ലേ, അതെന്തായാലും കാണണം എന്ന് പറഞ്ഞു. പക്ഷേ സത്യം പറയാലോ, ഞങ്ങൾക്ക് അവസാനം അത് കാണാൻ പറ്റില്ല. കാരണം അന്ന് നല്ല മഴയുള്ള ടൈമായിരുന്നു. അത് പോരുന്ന ടൈം ആയപ്പോഴത്തേക്കും ഒരു 7 മണിക്കാണ് ഈ ഒരു ഷോ. ആ സമയമായപ്പോഴത്തേക്കും നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് ധാരാളം ജനങ്ങളായിരുന്നു അന്ന് വന്നിരുന്നത്. അവർക്കൊക്കെ അത് മിസ്സായി. ഇനി എന്തെങ്കിലും പോകുമ്പോൾ കാണാമെന്നുള്ള ഒരു ഇതിലാണ്, പ്രതീക്ഷയാണ്. പിന്നെ നമുക്കത് കുറേ നടക്കാനുണ്ട്. അപ്പം നമുക്ക് ഒരു ഹെൽപ്പിന് ഇതൊക്കെയാണ് നല്ലത്. അതല്ലാതെ നടന്നു മാത്രം പോകുമ്പോൾ കാലൊക്കെ വഴും. പിന്നെ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ കാണാൻ കുറേ ഉണ്ട് കേട്ടോ. അതായത് നല്ല സ്ഥലം, പ്രത്യേകിച്ചും പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്നൊരു സ്ഥലം തന്നെ എന്ന് പറയാം. പിന്നെ ക്ലൈമറ്റ് നല്ലതായിരുന്നു. പക്ഷേ മഴ ഞങ്ങളെ ചതിച്ചു. അത്രയും വലിയ മഴയുണ്ടായിരുന്നു ലാസ്റ്റാണ്. അതിന് മുന്നൊക്കെ വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോയിരുന്നതാണ്. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോവുക. ഒരു പ്രത്യേക ഇതാണ്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ 1 ടൈംസ് എങ്കിലും ഒന്ന് പോകേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ.